എല്ലാ കൂട്ടുകാർക്കും PSC ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ് ആരംഭിക്കുകയാണ്. 9ാം ക്ലാസ് സോഷ്യൽ സയൻസിൽ മൊത്തം 4 പാഠപുസ്തകങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് മധ്യകാല ലോകം അധികാര കേന്ദ്രങ്ങൾ. വളരെ വൈഡായിട്ടുള്ള ഒരു ചാപ്റ്ററാണിത്. മധ്യകാല ലോകത്തെ അധികാര കേന്ദ്രങ്ങളെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ JD ബർണറിൻ്റെ ഒരു പോയിൻ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ലോകവ്യാപകമായി നാഗരികത വളർന്നുകൊണ്ടേയിരുന്ന ഒരു കാലമായിരുന്നു മധ്യയുഗം. മധ്യയുഗ ജീവിതത്തിൻ്റെയും അതുണ്ടാക്കിയ സാമ്പത്തിക പരിവർത്തനങ്ങളുടെയും സവിശേഷതയാണ് 16ാം നൂറ്റാണ്ടിലെ വിപ്ലവങ്ങൾക്ക് കാരണമായത്. ശാസ്ത്രം ചരിത്രത്തിൽ എന്ന പുസ്തകത്തിലെ ചെറിയൊരു പാർട്ടാണ് അവിടെ കൊടുത്തത് JD ബർണറിനെ. CE 5ാം നൂറ്റാണ്ട് മുതൽ CE 15ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തെയാണ് മധ്യകാലം എന്ന് വിശേഷിപ്പിക്കുന്നത്. യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, അമേരിക്ക എന്നിവിടങ്ങളിൽ വിവിധ അധികാര രൂപങ്ങൾ മധ്യകാലഘട്ടത്തിൽ നിലനിന്നിരുന്നു. അത്തരം അധികാര കേന്ദ്രങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ റോമ സാമ്രാജ്യത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. പുരാതന സാമ്രാജ്യങ്ങളിൽ ഏറ്റവും വിസ്തൃതമായ ഒന്നായിരുന്നു റോമ സാമ്രാജ്യം. സാമ്രാജ്യ വിസ്തൃതി ഭരണപരമായ അസൗകര്യം സൃഷ്ടിച്ചപ്പോൾ CE 4ാം നൂറ്റാണ്ടിലാണ് ഡയോക്ലീഷ്യൻ എന്ന റോമൻ ചക്രവർത്തി റോമ സാമ്രാജ്യത്തെ രണ്ടായി വിഭജിച്ചത്. ആരാണ് റോമ സാമ്രാജ്യത്തെ രണ്ടായി വിഭജിച്ചത്? CE 4ാം നൂറ്റാണ്ടിൽ ഡയോക്ലീഷ്യൻ. നോട്ട് ചെയ്യണം, ഡയോക്ലീഷ്യനാണ് റോമ സാമ്രാജ്യത്തെ രണ്ടായി വിഭജിച്ചത്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ റോം കേന്ദ്രമായി പാശ്ചാത്യ റോമ സാമ്രാജ്യവും കോൺസ്റ്റാന്റിനോപ്പിൾ കേന്ദ്രമായി പൗരസ്ത്യ റോമ സാമ്രാജ്യവുമാണ് ഡിവൈഡ് ചെയ്തത്. രണ്ടെണ്ണമാണ്. റോം കേന്ദ്രമായി പാശ്ചാത്യ റോമ സാമ്രാജ്യവും കോൺസ്റ്റാന്റിനോപ്പിൾ, അതിൻ്റെ മാപ്പ് കാണിച്ചു തരാമെന്നല്ല നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. കോൺസ്റ്റാന്റിനോപ്പിൾ കേന്ദ്രമായി പൗരസ്ത്യ റോമ സാമ്രാജ്യവും എങ്ങനെയാണ് നിലവിൽ വന്നത്. കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ മറ്റൊരു പേരാണ് ബൈസാന്റിയം. അതുകൊണ്ട് പൗരസ്ത്യ റോമ സാമ്രാജ്യത്തെ ബൈസാന്റിയൻ സാമ്രാജ്യം എന്നും അറിയപ്പെടുന്നുണ്ട്. ബൈസാന്റിയം സാമ്രാജ്യം. പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിൻ്റെ മറ്റൊരു പേരാണ് ബൈസാന്റിയൻ സാമ്രാജ്യം. കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിറ്ററേനിയൻ സീക്കും ബ്ലാക്ക് സീക്കും ഇടയിൽ, മധ്യധരണ്യായിക്കും കരിങ്കടലിനും ഇടയിലെ തന്ത്രപ്രധാനമായ ബോസ്ഫറസ് കടലിടുക്കിലാണ് കോൺസ്റ്റാന്റിനോപ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് അതിൻ്റെ പേര് ഇസ്താംബൂൾ എന്നാണ്. ഇസ്താംബൂൾ റോമൻ ചക്രവർത്തിയായ കോൺസ്റ്റാന്റൈൻ്റെ പേരിലാണ് ഈ നഗരം അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയാനുള്ള കാരണം. അതിൻ്റെ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കോൺസ്റ്റാന്റിനോപ്പിൾ അവിടെ ഒരു ബ്ലൂ ഇതുകൊണ്ട് റൗണ്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. റോം കാണിച്ചിട്ടുണ്ട്. കോൺസ്റ്റാന്റിനോപ്പിൾ കേന്ദ്രമായി പൗരസ്ത്യ റോമ സാമ്രാജ്യവും അതേപോലെ തന്നെ റോം കേന്ദ്രമായി പാശ്ചാത്യ റോമ സാമ്രാജ്യവും. ഇനി അവിടെ സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ, വിൽ ഡ്യൂറാൻഡിൻ്റെ ബുക്കായിട്ടുള്ള സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ പുസ്തകത്തിലെ ഒരു ചെറിയൊരു പാർട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ചരിത്രം നീതിപൂർവം ജസ്റ്റിനിയൻ്റെ യുദ്ധങ്ങൾ മറക്കുകയും അദ്ദേഹത്തിൻ്റെ നിയമങ്ങളുടെ പേരിൽ സ്മരിക്കുകയും ചെയ്യും. പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ചക്രവർത്തിയായിരുന്നു ജസ്റ്റീനിയൻ്റെ പറ്റിയിട്ട് ഒരു ചെറിയൊരു പോയിന്റ് അവിടെ കൊടുത്തത്. അതിൽ നിന്നും വ്യക്തമാണ് അദ്ദേഹം ഒരുപാട് നിയമങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സംഭവങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം. ചരിത്രം നീതിപൂർവം ജസ്റ്റീനിയൻ്റെ യുദ്ധങ്ങൾ മറക്കുകയും അദ്ദേഹത്തിൻ്റെ നിയമങ്ങളുടെ പേരിൽ സ്മരിക്കുകയും ചെയ്യും. സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ, വിൽ ഡ്യൂറാൻഡ്. ജസ്റ്റീനിയൻ്റെ നിയമസംഹിത അറിയപ്പെടുന്നത് കോർപ്പസ് ജൂറിസ് സിവിൽസ് എന്നാണ് അറിയപ്പെടുന്നത്. കോർപ്പസ് ജൂറിസ് സിവിൽസ്. റോമിലെ നിയമങ്ങളെല്ലാം ക്രോഡീകരിച്ച് ഒരു നിയമസംഹിത ഉണ്ടാക്കി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നോട്ടം. ജസ്റ്റീനിയൻ്റെ കോർപ്പസ് ജൂറിസ് സിവിൽസ്. യുക്തി, നീതി, ഔദാര്യം എന്നീ ആശയങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ജസ്റ്റീനിയൻ്റെ നിയമസംഹിത, കോർപ്പസ് ജൂറിസ് സിവിൽസ്. ഈ നിയമസംഹിതയാണ് പിന്നീട് പല ഭരണാധികാരികളും മാതൃകയാക്കിയത്. ഫ്രഞ്ച് ഭരണാധികാരിയായിരുന്ന നെപ്പോളിയൻ്റെ നിയമസംഹിതക്കും അടിത്തറയായത് ജസ്റ്റീനിയൻ്റെ നിയമങ്ങളാണ്. നെപ്പോളിയൻ്റെ നിയമസംഹിത വളരെ പ്രശസ്തമായ ഒന്നാണ്. അതിന് അടിത്തറ പാകിയത് ജസ്റ്റീനിയൻ്റെ നിയമസംഹിതയാണെന്ന് കൂടി ഓർത്തു വെക്കുക. ഈ ചരിത്രത്തിൽ കാലവിഭജനം, പുരാതന കാലഘട്ടം ആധുനിക കാലഘട്ടം എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ റോമ സാമ്രാജ്യത്തിൻ്റെ മാനദണ്ഡമാക്കിയിട്ടാണ് ഇത് രൂപീകരിച്ചത്. മനുഷ്യൻ്റെ ഉത്ഭവം മുതൽ പശ്ചിമ റോമാൻ സാമ്രാജ്യം തകർന്ന CE 476 വരെയുള്ള കാലഘട്ടത്തെയാണ് പുരാതന കാലം എന്ന് പറയുന്നത്. അതുമുതൽ പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിൻ്റെ പതനം 1453 വരെ മധ്യകാലഘട്ടമായിട്ടും പരിഗണിക്കുന്നു. അതിനുശേഷം ആധുനിക കാലഘട്ടം എന്ന് പറയപ്പെടുന്നത് 1453 മുതലാണ്. ഇനി ജസ്റ്റീനിയൻ്റെ കോർപ്പസ് ജൂറിസ് സിവിൽസിൽ 3 പോയിൻ്റാണ് മെയിനായിട്ടുള്ളത്. കോഡ്, ഡൈജസ്റ്റ്, ഇൻസ്റ്റിറ്റ്യൂട്ട്സ്.
കോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റോമിൽ നിലനിന്നിരുന്ന നിയമങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് കോഡ്. ഡൈജസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമങ്ങളെക്കുറിച്ചുള്ള നിയമജ്ഞരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള പുസ്തകമാണ് ഡൈജസ്റ്റ്. അഭിപ്രായം രേഖപ്പെടുത്താനുള്ള പുസ്തകമാണ് ഡൈജസ്റ്റ്. നിയമങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് കോഡ്. ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, നിയമം പഠിക്കാൻ തയ്യാറാക്കിയ ചെറിയ പാഠപുസ്തകമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട്. കോഡ്, ഡൈജസ്റ്റ്, ഇൻസ്റ്റിറ്റ്യൂട്ട്. ജസ്റ്റീനിയൻ്റെ ഭരണശേഷം സാമ്രാജ്യം ശിഥിലമാവാൻ തുടങ്ങി. 15-ാം നൂറ്റാണ്ടിൽ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതോടുകൂടി പൗരസ്ത്യ റോമൻ സാമ്രാജ്യം തകർന്നു. നെക്സ്റ്റ് വിശുദ്ധ റോമാ സാമ്രാജ്യമാണ് നോക്കാനുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞു റോം കേന്ദ്രമായിട്ടായിരുന്നു പശ്ചിമ റോമാ സാമ്രാജ്യം ഉണ്ടായിരുന്നത്. ഈ പശ്ചിമ റോമാ സാമ്രാജ്യം ജർമ്മൻകാരായ ഗോത്രവർഗക്കാരുടെ നിരന്തര ആക്രമണത്താൽ തകർന്നു. റോമാ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന പ്രദേശങ്ങൾ നാടോടികളായിരുന്ന ഈ ആക്രമണകാരികൾ കീഴടക്കി. അവരിലൊരു വിഭാഗമായിരുന്നു ഫ്രാങ്കുകൾ. അവർ സ്ഥാപിച്ചിട്ടുള്ള സാമ്രാജ്യമാണ് ഫ്രാങ്കിഷ് സാമ്രാജ്യം. ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ചക്രവർത്തിയായിരുന്നു കരോലിഞ്ചിയൻ വംശജനായ ഷാലമീൻ. ഇമ്പോർട്ടൻ്റ് ആണ്. ഷാലമീൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് പഠിക്കാനുള്ളതാണ്. ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ചക്രവർത്തിയായിരുന്നു ഷാലമീൻ. അദ്ദേഹം എന്ത് വംശജനായിരുന്നു? കരോലിഞ്ചിയൻ വംശജനായിരുന്ന ഷാലമീൻ. അദ്ദേഹം ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാത്തോലിക്ക മതമേധാവിയായ പോപ്പ് ലിയോ മൂന്നാമനെ നാടോടികളായ ലൊംബാർഡുകൾ എന്ന ആക്രമണകാരികളിൽ നിന്ന് ഷാലമീൻ രക്ഷിച്ചു. ഇതിന് പ്രത്യുപകാരമായി ഷാലമീനെ വിശുദ്ധ റോമാ ചക്രവർത്തിയായി പോപ്പ് കിരീടധാരണം നടത്തി. പോപ്പ് ലിയോ മൂന്നാമനെ നാടോടികളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷിച്ചത് ഷാലമീനായിരുന്നു. അതിന് പ്രത്യുപകാരമായി ഷാലമീനെ വിശുദ്ധ റോമാ ചക്രവർത്തിയായി പോപ്പ് കിരീടധാരണം നടത്തി. തുടർന്ന് സാമ്രാജ്യം വിശുദ്ധ റോമാ സാമ്രാജ്യം എന്നറിയപ്പെട്ടു. അങ്ങനെയാണ് വിശുദ്ധ റോമാ സാമ്രാജ്യം എന്ന പേര് വന്നത്, വിശുദ്ധ റോമാ സാമ്രാജ്യം. സമർത്ഥനായ യുദ്ധവീരനും കൈവുറ്റ ഭരണകർത്താവുമായിരുന്നു ഷാലമീൻ. പശ്ചിമ യൂറോപ്പിലെ ഭൂരിഭാഗം രാജ്യങ്ങളെയും അദ്ദേഹം തൻ്റെ അധീനയിൽ കൊണ്ടുവന്നു. രാഷ്ട്രീയ സഖ്യങ്ങളിലൂടെയും വൈവാഹിക ബന്ധങ്ങളുടെയും സാമ്രാജ്യത്തെ വിസ്തൃതി വർദ്ധിപ്പിച്ചു. സാമ്രാജ്യത്തിൽ കേന്ദ്രീകൃതമായ ഭരണം കൊണ്ടുവന്നു. പ്രാദേശിക ഭരണം എന്നറിയപ്പെട്ടിരുന്നത് കൗണ്ടുകൾ എന്നാണ് പ്രാദേശിക ഭരണം അറിയപ്പെട്ടിരുന്നത്. അത് ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചിരുന്നു. ഈ കൗണ്ടുകളുടെ പ്രവർത്തനം പരിശോധിക്കാൻ വേണ്ടിയിട്ട് മിസൈ ഡൊമിനിസി, പ്രത്യേകം ശ്രദ്ധിക്കണം, മിസൈ ഡൊമിനിസി, പ്രാദേശിക ഭരണം കൗണ്ടുകളെ ഏൽപ്പിച്ചു. അതിൻ്റെ ഭരണം പരിശോധിക്കാൻ വേണ്ടിയിട്ട് മിസൈ ഡൊമിനിസി എന്ന രഹസ്യ വിഭാഗത്തെ നിയമിച്ചു. സാധുജനങ്ങൾക്കായി ദുരിതാശ്വാസ നിധികൾ ആരംഭിച്ചു. ഷാലമീൻ്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി. അതിനെ തുടർന്നുണ്ടായ വൈജ്ഞാനിക പുനരുദ്ധാനത്തെ കരോലിഞ്ചിയൻ നവോത്ഥാനം എന്നാണ് അറിയപ്പെടുന്നത്. കരോലിഞ്ചിയൻ നവോത്ഥാനം. ഷാലമീൻ്റെ കാലത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ കൊടുത്തി. അക്കാലത്ത് ഉണ്ടായിട്ടുള്ള വൈജ്ഞാനിക പുരോഗതിയെയാണ് കരോലിഞ്ചിയൻ നവോത്ഥാനം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് വിശുദ്ധ റോമാ സാമ്രാജ്യം ഷാലമീൻ്റെ. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് അറേബ്യൻ സാമ്രാജ്യത്തെക്കുറിച്ചാണ്. ഇറാഖ്, ഇറാൻ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെട്ടിരുന്ന പ്രദേശം ആദ്യകാലത്ത് അറേബ്യ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. മധ്യകാല ലോകത്ത് നിരവധി സംഭാവനകൾ നൽകിയ ജനതയാണ് അറബികൾ. രാഷ്ട്രീയ രംഗത്തും അറബികൾ നിരവധി സംഭാവനകൾ നൽകി. ഇസ്ലാം മത പ്രവാചകൻ മുഹമ്മദ് അറബ് രാഷ്ട്രത്തിൻ്റെ തലവൻ കൂടിയായിരുന്നു. CE 632 പ്രവാചകൻ മുഹമ്മദിൻ്റെ നിര്യാണ ശേഷം ഖലീഫമാരാണ് അറേബ്യയിൽ ഭരണം നടത്തിയത്. ഖലീഫമാരുടെ കാലത്ത് ഏഷ്യ മൈനർ മുതൽ അറബിക്കടൽ വരെയുള്ള വിശാലമായ പ്രദേശങ്ങൾ അറേബ്യൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി. മദീനയായിരുന്നു ഭരണകേന്ദ്രം. ഖലീഫമാരുടെ കാലത്ത് ഭരണകേന്ദ്രം എവിടെയായിരുന്നു? മദീന. ഖലീഫമാരുടെ ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, അവരുടെ ഭരണ കാലഘട്ടം കൊടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കാലഘട്ടം ഭരിച്ചത് ഉസ്മാനാണ്. CE 644 മുതൽ 656 വരെ. പ്രവാചകൻ മുഹമ്മദ് CE 571 മക്കയിലെ ഖുറൈശി ഗോത്രത്തിലാണ് ജനിച്ചത്. ഇസ്ലാമിൻ്റെ വിശുദ്ധ നഗരം എന്നാണ് മക്ക അറിയപ്പെടുന്നത്. മക്ക. അദ്ദേഹം മക്കയിലെ പ്രമാണി വർഗത്തിൻ്റെ എതിർപ്പിനെ തുടർന്ന് CE 622 മുഹമ്മദ് നബി മദീനയിലേക്ക് പലായനം നടത്തി. ഇത് ഹിജ്റ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ സംഭവത്തെ അടിസ്ഥാനമാക്കി ആരംഭിച്ചതാണ് ഹിജ്റ വർഷം. അറബിക് കലണ്ടർ ഹിജ്റ വർഷം ഈ മുഹമ്മദ് നബിയുടെ മദീനയിലേക്കുള്ള പാലായനവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഈ ഹിജ്റയുമായി ബന്ധപ്പെട്ടാണ് ഹിജ്റ വർഷം ആരംഭിച്ചത്. ഖലീഫമാർക്ക് ശേഷം പിന്നീട് ഉമവിയ വംശവും അതേപോലെ തന്നെ ഉമവിയ വംശത്തിന് ശേഷം അബ്ബാസിയ ഭരണവുമാണ് നിലവിൽ വന്നത്.
ഇവരുടെ കാലത്ത്, ഉമവിയയുടെ കാലത്താണ് കേന്ദ്രീകൃത ഭരണം ആരംഭിക്കുന്നത്. സ്വർണ്ണ നാണയം ഉണ്ടായിരുന്ന ദീനാറും വെള്ളി നാണയമായ ദിർഹമും സൗദി അറേബ്യയിൽ പുറത്തിറക്കിയത് ഉമവിയ ഭരണകാലത്താണ്. ദമാസ്കസ് കേന്ദ്രമായിട്ടാണ് ഉമവിയ ഭരിച്ചിരുന്നത്. ഉമവിയ ഭരണത്തിന് ശേഷം ഞാൻ പറഞ്ഞു അബ്ബാസിയ കാലഘട്ടമാണ്. അബ്ബാസിയ ഭരണകാലത്ത് തലസ്ഥാനം ബാഗ്ദാദിലേക്ക് മാറ്റി. ഉമവിയ കാലഘട്ടത്തിൽ തലസ്ഥാനം ദമസ്കസ് ആയിരുന്നു. അവർ പുറത്തിറക്കിയ നാണയമായിരുന്നു സ്വർണ്ണ നാണയമായ ദീനാറും വെള്ളി നാണയമായ ദിർഹമും. എന്നാൽ അബ്ബാസിയ കാലഘട്ടത്തിൽ തലസ്ഥാനം ബാഗ്ദാദിലേക്ക് മാറ്റി. ബാഗ്ദാദ് ടൈഗ്രീസ് നദിക്കരയിലാണ് ബാഗ്ദാദ് സ്ഥിതി ചെയ്യുന്നത്. 1001 രാവുകൾ പശ്ചാത്തലമാക്കുന്നത് ഈ നഗരത്തെയാണ്. ലോകത്തിലെ ഏറ്റവും വലുതും സമ്പന്നവുമായ നഗരമായിട്ടാണ് 1001 രാവുകളിൽ ബാഗ്ദാദിനെ പരാമർശിക്കുന്നത്. ലോകപ്രശസ്തമായി വളർന്ന ബാഗ്ദാദ് സർവകലാശാല, അബ്ബാസിയ കൊട്ടാരം എന്നിവ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. മംഗോളിയക്കാരനായ തിമൂറും ഒട്ടോമൻ ഭരണാധികാരിയായ സുലൈമാനും ബാഗ്ദാദ് കീഴടക്കിയിരുന്നു. അത് നമ്മൾ പഠിക്കുന്നുണ്ട്, ഈ ചാപ്റ്ററിൽ തന്നെ പഠിക്കുന്നുണ്ട്. മംഗോളിയക്കാർ ആക്രമിക്കുമ്പോൾ ബാഗ്ദാദ് നഗരത്തിൽ മാത്രം 36 പൊതു ഗ്രന്ഥശാലകൾ ഉണ്ടായിരുന്നുവെന്നു പറയപ്പെടുന്നു. അബ്ബാസിയ ഭരണാധികാരികളിൽ ഏറ്റവും പ്രസിദ്ധനായിട്ട് ആളായിരുന്നു ഹാറൂൻ അൽ റഷീദ്. ധാരാളം ക്ഷേമ പദ്ധതികൾ അദ്ദേഹം നടപ്പിലാക്കിയിരുന്നു. അറേബ്യയിൽ ആദ്യമായി ആശുപത്രികൾ സ്ഥാപിച്ചത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്താണ്. ഹാറൂൻ അൽ റഷീദ്. നെക്സ്റ്റ് നമുക്ക് ഒട്ടോമൻ സാമ്രാജ്യത്തിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ആദ്യം നമ്മൾ റോമൻ സാമ്രാജ്യത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. പൗരസ്ത്യ റോമാ സാമ്രാജ്യം, വിശുദ്ധ റോമാ സാമ്രാജ്യത്തിനെ കുറിച്ചും പഠിച്ചു. ദെൻ അതിനുശേഷം അറേബ്യൻ സാമ്രാജ്യത്തിനെ കുറിച്ച് പഠിച്ചു. ഇനി പഠിക്കാനുള്ളത് ഒട്ടോമൻ സാമ്രാജ്യത്തെക്കുറിച്ചാണ്. 1453 തുർക്കി നേതാവായ മുഹമ്മദ് രണ്ടാമൻ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തോടെ ഒട്ടോമൻ സാമ്രാജ്യം ശക്തിപ്പെട്ടു. കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തത് 1453 മുഹമ്മദ് രണ്ടാമൻ. അതോടുകൂടി തന്നെ പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന പല പ്രദേശങ്ങളും ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി. ആദ്യം തന്നെ നമ്മൾ മാപ്പിൽ കണ്ടതാണ് കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ പൊസിഷൻ. ബ്ലാക്ക് സീക്കും മെഡിറ്ററേനിയൻ സീൻ്റെയും ഇടയിലായിട്ട് ആണ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന വളരെ തന്ത്രപ്രധാനമായ സ്ഥലം ഉള്ളത്. ഒട്ടോമൻ സാമ്രാജ്യം ഏറ്റവും കൂടുതൽ പ്രഭാവത്തിലെത്തിയത് സുലൈമാൻ്റെ കാലത്താണ്. സുലൈമാനെ അൽ ഖാനൂനി, നിയമദാതാവ് എന്നാണ് വിളിച്ചിരുന്നത്. സുലൈമാൻ്റെ കാലത്താണ് ഒട്ടോമൻ സാമ്രാജ്യം ഏറ്റവും പ്രഭാവത്തിലെത്തിയത്. അദ്ദേഹത്തെ വിളിച്ചിരുന്ന മറ്റൊരു പേരാണ് അൽ ഖാനൂനി, നിയമദാതാവ് എന്ന് പറയുന്നത്. ഒട്ടോമൻ നിയമങ്ങൾ അദ്ദേഹം ക്രോഡീകരിച്ചു. സാമ്രാജ്യത്തിൽ കേന്ദ്രീകൃതമായ ഭരണത്തിന് നേതൃത്വം നൽകി. ഇക്കാലത്ത് യൂറോപ്പിലെ പല പ്രദേശങ്ങളും ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി. ഏഷ്യയുടെ യുദ്ധവീരം ഒട്ടോമൻ ഭരണാധികാരികളുടെ യൂറോപ്യർക്ക് ബോധ്യമായി. ഒന്നാം ലോകയുദ്ധ ശേഷമാണ് ഒട്ടോമൻ സാമ്രാജ്യം തകർന്നത്. ഒട്ടോമൻ സാമ്രാജ്യം എന്നുള്ള പേര് വരാനുള്ള കാരണം ഒട്ടോമൻ സാമ്രാജ്യം സ്ഥാപിച്ചത് 13-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ തുർക്കി ഗോത്രത്തിലൊന്നിൻ്റെ നേതാവായിരുന്ന ഉസ്മാനാണെന്ന് കരുതുന്നു. ഉത്മാൻ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നാണ് ഒട്ടോമൻ എന്ന പേരുണ്ടായത്. ഉത്മാൻ, ഒട്ടോമൻ. നെക്സ്റ്റ് മംഗോളിയൻ സാമ്രാജ്യമാണ്. ഇനിയുള്ളത് വളരെ ചെറിയ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. മംഗോളിയൻ സാമ്രാജ്യം റഷ്യക്കും ചൈനക്കും മാപ്പ് കൊടുത്തിട്ടുണ്ട്. റഷ്യക്കും ചൈനക്കും ഇടയിലുള്ള പ്രദേശമാണ് മംഗോളിയ. വിശാലമായ പുൽമേടുകളും മരുഭൂമിയും പർവ്വതങ്ങളും നിറഞ്ഞ പ്രദേശമാണ് മംഗോളിയൻ സാമ്രാജ്യം. വേനൽക്കാലത്ത് ഉയർന്ന ചൂടും തണുപ്പ് കാലത്ത് അതിശൈത്യവുമാണ് മംഗോളിയയിലെ കാലാവസ്ഥ. അവിടെ ഭരണം നടത്തിയിരുന്ന മംഗോളിയൻ ഗോത്രങ്ങളെ ഒന്നിപ്പിച്ച് മംഗോളിയൻ സാമ്രാജ്യം സ്ഥാപിച്ചത് ചെങ്കിസ്ഖാനാണ്. ചെങ്കിസ്ഖാൻ്റെ ഭരണകേന്ദ്രം സൈബീരിയയിലെ ഒനോൺ നദീതീരത്തുള്ള കാറക്കോറം. ചെങ്കിസ്ഖാൻ്റെ ഭരണ കേന്ദ്രം ശ്രദ്ധിക്കണം, സൈബീരിയയിലെ ഒനോൺ നദീതീരത്തുള്ള കാറക്കോറമായിരുന്നു ചെങ്കിസ്ഖാൻ്റെ ഭരണകേന്ദ്രം. അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ ശക്തമായ കുതിരപ്പടയായിരുന്നു മംഗോളിയരുടെ സൈന്യത്തിൻ്റെ പ്രധാന സവിശേഷത. അത് മാത്രമല്ല, കുതിരപ്പുറത്തിരുന്ന് ഉപയോഗിക്കാൻ കഴിയുന്ന ചെറിയ പീരങ്കികൾ സൈന്യത്തിൻ്റെ മുഖ്യ ആകർഷണമായിരുന്നു. ചെറിയ പീരങ്കികൾ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കൊറിയർ സമ്പ്രദായം ആരംഭിച്ചത് മംഗോളിയക്കാരാണ്. സാമ്രാജ്യത്തിൻ്റെ ഭാഗമായ വിദൂര ദേശങ്ങളെ ഭരണകേന്ദ്രവുമായി ബന്ധിപ്പിക്കാൻ മംഗോളിയക്കാർ കുതിരകളെ ഉപയോഗിച്ചുള്ള തപാൽ സമ്പ്രദായം നടപ്പിലാക്കിയിരുന്നു. അതിൻ്റെ പേരാണ് കൊറിയർ എന്നറിയപ്പെടുന്നത്. മംഗോളിയക്കാർ കുതിരകളെ ഉപയോഗിച്ചിട്ടുണ്ടായുള്ള തപാൽ സമ്പ്രദായം ആരംഭിച്ചിരുന്നു. അതിൻ്റെ പേരാണ് കൊറിയർ. ചെങ്കിസ്ഖാൻ്റെ പ്രതിമ കൊടുത്തിട്ടുണ്ട് മംഗോളിയയിൽ. തിമൂർ, സമർഖന്ത് ആസ്ഥാനമാക്കി മംഗോളിയ ഭരിച്ച ഭരണാധികാരിയാണ് തിമൂർ. നേരത്തെ നമ്മൾ പറഞ്ഞു ചെങ്കിസ്ഖാൻ സൈബീരിയയിലെ ഒണോൺ നദീതീരത്തുള്ള കാറക്കോറം കേന്ദ്രമാക്കിയിട്ടാണ് ഭരിച്ചിരുന്നത്. അതിനുശേഷം വന്നിട്ടുള്ള ആളാണ് തിമൂർ. സമർഖന്ത് ആസ്ഥാനമാക്കി മംഗോളിയ ഭരിച്ച ഭരണാധികാരിയാണ് തിമൂർ.
സാമ്രാജ്യ സ്ഥാപകനായ ചെങ്കിസ് ഖാൻ്റെ പിന്മുറക്കാരനാണ് തിമൂർ. യുദ്ധത്തിൽ കാലിന് മുറിവേറ്റ തിമൂർ ടാമർലൈൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. തിമൂർ ടാമർലൈൻ, മുടന്തനായ തിമൂർ, കാലിന് പരിക്കേറ്റുകൊണ്ട് അങ്ങനെയും അദ്ദേഹത്തെ വിളിക്കാറുണ്ടായിരുന്നു. 1398 സിന്ധു നദി കടന്ന് ഡൽഹിയിലെത്തി തിമൂർ വൻ സമ്പത്തുമായിട്ടാണ് മടങ്ങിയത്. നെക്സ്റ്റ് മാലി സാമ്രാജ്യമാണ്. മധ്യകാല ആഫ്രിക്കയിൽ നിലനിന്നിരുന്ന പ്രസിദ്ധനായ സാമ്രാജ്യങ്ങളിൽ ഒന്നാണ് മാലി സാമ്രാജ്യം. പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ മാലി ആയിരുന്നു ഭരണകേന്ദ്രം. അവിടുത്തെ പ്രസിദ്ധനായ ഭരണാധികാരി എന്ന് പറയുന്നത് മൻസ മൗസ എന്നറിയപ്പെടുന്ന കങ്കൻ മൂസയാണ് മധ്യകാല ആഫ്രിക്കയിലെ പ്രസിദ്ധ ഭരണാധികാരി. കങ്കൻ മൂസ, മൻസ മൗസ എന്നാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേര്. മാലി ആയിരുന്നു ഭരണകേന്ദ്രം. അദ്ദേഹം മക്കയിലേക്ക് ഒരു യാത്ര നടത്തിയതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് അവിടെ. 1324 കങ്കൻ മൂസ മക്കയിലേക്ക് നടത്തിയ യാത്ര ലോക പ്രസിദ്ധമാണ്. കിലോ കണക്കിന് സ്വർണ്ണക്കട്ടികളുമായാണ് അദ്ദേഹവും സംഘവും യാത്ര തിരിച്ചത്. ഭയങ്കര വലിയ സ്വർണ്ണശേഖരമായിരുന്നു മാലി അക്കാലത്തുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ സമ്പന്നനായ ഒരു രാജാവ് കൂടിയായിരുന്നു മൻസ മൂസ എന്നറിയപ്പെടുന്ന കങ്കൻ മൂസ. മധ്യകാല ലോകത്തെ ഏറ്റവും സമ്പന്നനായ ഭരണാധികാരിയായാണ് കങ്കൻ മൂസയെ ഇബ്നു ബത്തൂത്ത വിശേഷിപ്പിച്ചിരുന്നത്. അന്ന് അദ്ദേഹം യാത്രയിൽ പള്ളികൾക്കും തീർത്ഥാടകർക്കും സ്വർണം ദാനമായി നൽകി. മാത്രമല്ല മാലി സാമ്രാജ്യത്തിലേക്ക് അധ്യാപകരെയും മതപണ്ഡിതരെയും ക്ഷണിക്കാൻ കൂടിയായിരുന്നു മക്കയിലേക്കുള്ള യാത്ര. മധ്യകാല ആഫ്രിക്കയിലെ പ്രധാന സാംസ്കാരിക കേന്ദ്രവും കച്ചവട കേന്ദ്രവുമായിരുന്നു മാലി. ആ സാമ്രാജ്യത്തിലെ തിംബുക്തു എന്ന് പറയുന്ന സ്ഥലമുണ്ട്. മാലി സാമ്രാജ്യത്തിലെ തിംബുക്തു എന്ന് പറയുന്ന സ്ഥലം. തിംബുക്തു കച്ചവട കേന്ദ്രം മാത്രമല്ല, അടിമ കച്ചവടത്തിൻ്റെയും പ്രധാന കേന്ദ്രമായിരുന്നു തിംബുക്തു. വെനീസ്, ഗ്രാനഡ, ജനോവ എന്നിവിടങ്ങളിൽ നിന്നും വ്യാപാരികൾ സ്വർണ്ണ, ആനക്കൊമ്പ് എന്നിവയുടെ കച്ചവടത്തിനായി തിംബുക്തു സന്ദർശിച്ചിരുന്നു. പിന്നെ മറ്റൊന്ന്, അവിടെ വിജ്ഞാന കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ കങ്കൻ മൂസ പണി കഴിപ്പിച്ച തിംബുക്തിയിലെ ഗ്രേറ്റ് മോസ്ക് മധ്യകാല ലോകത്തെ പ്രധാന ഇസ്ലാമിക പഠന കേന്ദ്രം. ഗ്രേറ്റ് മോസ്ക് പണി കഴിപ്പിച്ചത് കങ്കൻ മൂസ. നെക്സ്റ്റ് ചൈനയും ജപ്പാനുമാണ്. മധ്യകാലഘട്ടത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ടാങ് രാജവംശമാണ് ചൈന ഭരിച്ചിരുന്നത്. ടാങ് രാജവംശം. രാജ്യത്തിൻ്റെ പരമാധികാരം ചക്രവർത്തിയിൽ നിക്ഷിപ്തമായിരുന്നു. വിദ്യാഭ്യാസ യോഗ്യതയും മികവും മാനദണ്ഡമാക്കി മത്സര പരീക്ഷകളിലൂടെയാണ് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുത്തിരുന്നത്. മറ്റ് ടാങ് രാജവംശത്തിന് ശേഷം സോങ്, മിങ്, മഞ്ചു രാജവംശങ്ങളും ചൈന ഭരിച്ചിരുന്നു. സോങ്, മിങ്, മഞ്ചു രാജവംശങ്ങളും ചൈന ഭരിച്ചിരുന്നു. ജപ്പാന്റെ കാര്യത്തിൽ പറയുകയാണ്, മധ്യകാല ജപ്പാനിലും രാഷ്ട്രത്തിലെ ഏറ്റവും ഉയർന്ന പദവി നിർവഹിച്ചിരുന്നത് ചക്രവർത്തിയാണ്. അധികാരം കൈയാളിയിരുന്നത് ഷോഗാണുകൾ എന്നറിയപ്പെടുന്ന ഫ്യൂഡൽ പ്രമുഖന്മാരായിരുന്നു. ഷോഗാണുകൾ എന്നറിയപ്പെടുന്ന ഫ്യൂഡൽ പ്രമുഖന്മാർ. ഭൂമിയുടെ നിയന്ത്രണവും ഷോഗാണുകൾക്കായിരുന്നു. ടോക്കിയോ ആയിരുന്നു ഭരണകേന്ദ്രം. ഷോഗാണുകളുടെ കാലത്താണ് ടോക്കിയോ ഭരണകേന്ദ്രമായി ജപ്പാനിൽ ഭരണം ആരംഭിച്ചത്. ഇനി മധ്യകാല അമേരിക്കയിലെ പ്രധാനപ്പെട്ട സംസ്കാരങ്ങളാണ് മിസിസിപ്പി, കരീബിയൻ, മൊഗല്ലോൺ, പടയൻ, മായൻ, ഇൻക, ആസ്ടെക്, ടോൾടെക്. ആ കാലത്തുണ്ടായിരുന്ന മായൻ സംസ്കാരത്തിലെ കലണ്ടർ പറ്റി പറയുന്നുണ്ട്. മായൻ കലണ്ടർ, അതിൽ 365 ദിവസം ഉണ്ടായിരുന്നു. 20 ദിവസം വീതമുള്ള 18 മാസങ്ങളായിരുന്നു. ബാക്കിയുള്ള 5 ദിവസം ആഘോഷങ്ങൾക്കും ഉത്സവങ്ങൾക്കും വേണ്ടിയിട്ട് അവധി ദിനങ്ങളായിരുന്നു. അങ്ങനെയുള്ള ഒരു കലണ്ടറാണ് മായൻ കലണ്ടർ. കുരിശ് യുദ്ധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 മുതൽ 13 വരെയുള്ള നൂറ്റാണ്ടുകളിൽ പടിഞ്ഞാറൻ യൂറോപ്പും തുർക്കികളും തമ്മിൽ നടന്ന യുദ്ധങ്ങളെയാണ് കുരിശ് യുദ്ധങ്ങൾ എന്ന് വിളിക്കുന്നത്. അഥവാ ക്രിസ്ത്യൻ, ഇസ്ലാം, ജൂത മതാനുയായികൾക്ക് ഒരുപോലെ പുണ്യനഗരമായി കരുതുന്ന ജെറുസലം പട്ടണം സ്വന്തമാക്കുന്നതിന് വേണ്ടിയാണ് യുദ്ധങ്ങൾ നടന്നത്. അപ്പോൾ കുരിശ് യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെറുസലം പട്ടണം സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് പടിഞ്ഞാറൻ യൂറോപ്പും തുർക്കികളും തമ്മിൽ നടന്ന യുദ്ധങ്ങളെയാണ് കുരിശ് യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. പൗരസ്ത്യ സംസ്കാരം യൂറോപ്പിൽ വ്യാപിക്കുന്നതിനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നായി കുരിശ് യുദ്ധങ്ങളെ കണക്കാക്കാം. അവസാനമായിട്ട് ഫ്യൂഡലിസത്തിൻ്റെ പതനം. കാലാവസ്ഥാ വ്യതിയാനവും കാർഷികോൽപാദനത്തിലെ കുറവും, ക്ഷാമം, പ്ലേഗ് പോലെയുള്ള പകർച്ചവ്യാധികൾ, കുരിശ് യുദ്ധങ്ങൾ, രാജാക്കന്മാരുടെ വെടിമരുന്നിൻ്റെ കുത്തക, കാർഷിക കലാപങ്ങൾ, ദേശരാഷ്ട്രങ്ങളുടെ ആവിർഭാവം, മധ്യകാല യൂറോപ്പിൽ നിലനിന്നിരുന്ന ഭൂമി കേന്ദ്രീകൃതമായ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക വ്യവസ്ഥിതി ഫ്യൂഡലിസം എന്നാണ് അറിയപ്പെടുന്നത്. നേരത്തെ നമ്മൾ പഠിച്ചതാണിത്. ഫ്യൂഡലിസത്തിൻ്റെ പതനത്തെക്കുറിച്ചിട്ടാണ് ഇങ്ങനെയുള്ള ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് ഫ്യൂഡലിസം തകർന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ളത്. നമ്മൾ പഠിച്ചത് പൗരസ്ത്യ റോമാ സാമ്രാജ്യം, ജസ്റ്റീനിയനെ പറ്റി പഠിച്ചു. വിശുദ്ധ റോമാ സാമ്രാജ്യത്തിലെ ശാലമീൻ, കരോലിഞ്ചിയൻ നവോത്ഥാനത്തിനെ പറ്റിയൊക്കെ പഠിച്ചു. അറേബ്യൻ സാമ്രാജ്യത്തിലെ ഉമവിയ, അബ്ബാസിയ,
അതിൽ അബ്ബാസിയ കാലഘട്ടത്തിലെ പ്രധാന ഭരണാധികാരിയായിരുന്നു ഹാറൂൺ അൽ റഷീദ്. ഒട്ടോമൻ സാമ്രാജ്യത്തിൽ സുലൈമാനെ കുറിച്ച് പഠിച്ചു. മംഗോളിയൻ സാമ്രാജ്യത്തിൽ ചെങ്കിസ് ഖാനും തിമൂറും. മാലി സാമ്രാജ്യത്തിലെ കങ്കൻ മൂസ, മൻസ മൂസ എന്നറിയപ്പെടുന്നത്. മധ്യകാല അമേരിക്കയിലെ സംസ്കാരങ്ങളെ പറ്റി ജസ്റ്റ് പറഞ്ഞു. ദെൻ അവസാനം ഫ്യൂഡലിസത്തിൻ്റെ പതനവും പറഞ്ഞു. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.